ഇതാണ് മജുലി. ഹെവി സീൻ. കാലകൾ കൂട്ടി മച്ചീസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ, നിങ്ങളുടെ സ്വന്തം ബൈക്കിംഗ് ബുദ്ധ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ മജുലി എന്ന റിവർ ഐലൻഡാണ്. അപ്പോൾ നമ്മളിന്നലെ കാസിരംഗിലായിരുന്നു. കാസിരംഗിൽ നമ്മൾ ഇന്ന് രാവിലെ നേരെ മജുലിയിൽ പോകുന്നു. മജുലിയിലേക്കുള്ള ദൂരം ഏകദേശം 4-5 മണിക്കൂറാണ് റണ്ണിങ് ടൈം. 155 കിലോമീറ്ററാണ് കാസിരംഗ ടു മജുലി റിവർ ഐലൻഡിലേക്കുള്ള ദൂരം. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബ്രഹ്മപുത്ര ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡ് പോകണം. അപ്പോൾ ഈ ബ്രഹ്മപുത്ര ക്രോസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ലെങ്ത്ത് അപാരമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ജോർഹാട്ട്. അസാമിലുള്ള ജോർഹാട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് മജുലി എന്ന് പറയുന്ന റിവർ ഐലൻഡ്. ഇവിടുന്ന് നമുക്ക് ഫെറി മാർഗം മാത്രമേ നമുക്ക് മജുലി എത്താൻ പറ്റത്തുള്ളൂ. ഏകദേശം ഒരു 20 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. നമുക്ക് കാറോ ബൈക്കോ ഒക്കെ കൊണ്ടുപോകാം. പക്ഷേ നമ്മൾ നമ്മുടെ ബൈക്സൊക്കെ തേസ്പൂരിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ കാറിന് വന്നതുകൊണ്ട് നമുക്കിപ്പോൾ അതൊന്നും ഇല്ല. ഐ ഗെസ് വി ആർ മിസ്സിങ് അവർ ബൈക്സ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഫെറി യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഫെറിയുടെ ടോപ്പ് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ബൈക്കും കാറും ഒക്കെ പാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇടം താഴെയാണ് കൊടുത്തിരിക്കുന്നത്. 15 രൂപയാണ് പെർ പേഴ്സൺ ഫെറി ചാർജ് അവർ ഈടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാറോ ബൈക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് കാശ് അടയ്ക്കേണ്ടി വരും. അപ്പം എന്താണ് മജുലി എന്ന വാക്കിൻ്റെ അർത്ഥം? മജുലി അല്ലെങ്കിൽ മജോലി എന്ന വാക്കിൻ്റെ അർത്ഥം 2 പാരലൽ റിവറിനിടയിലുള്ള ഒരു ലാൻഡ് ഏരിയയാണ് മജുലി എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. ബ്രഹ്മപുത്ര എന്നുള്ളതൊരു മൈറ്റി റിവറാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നദിയിലുള്ള കുറേ ഐലൻഡിൽ ഏറ്റവും വലിയ ഐലൻഡാണ് ഈ പറയുന്ന മജുലി. അപ്പോൾ മജുലിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. വേൾഡ്സ് ലാർജസ്റ്റ് റിവർ ഐലൻഡ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻഹാബിറ്റ് ചെയ്യുന്ന ഐലൻഡ്. ഇതൊരു ഡിസ്ട്രിക്റ്റ് തന്നെയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് 2016. അപ്പം അങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു നദീദ്വീപിലേക്കാണ് നമ്മുടെ ഇന്നത്തെ സഞ്ചാരം. പറയപ്പെടുന്നത് 20ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ 880 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു ഇതിൻ്റെ ടോട്ടൽ ഏരിയ. പക്ഷേ കാലക്രമേണ ബ്രഹ്മപുത്രയിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടുകയും അങ്ങനെ ഫ്ലഡ് വരികയും അല്ലെന്നുണ്ടെങ്കിൽ സോയിൽ ഇറോഷൻ സംഭവിച്ച് ഇതിൻ്റെ കാലക്രമേണ ഇതിൻ്റെ ഇപ്പോഴത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 350 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. എന്നാലും ഇത് ഇപ്പോഴും വേൾഡ്സ് ലാർജസ്റ്റ് റിവർ ഐലൻഡ് എന്ന് ഉള്ള ബഹുമതി നിലനിർത്തുന്നുണ്ട്. അപ്പം ഇതിന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഒരു 145 വില്ലേജസ് ഉണ്ട്. അതിൽ തന്നെ ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ വസിക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫെറി വഴി മാത്രമേ നമുക്ക് ജോർഹട്ടിൽ നിന്ന് ഫെറി വഴി മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മജുലിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം നമ്മുടെ സ്വന്തം തൃശ്ശൂരാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ അസാമികളുടെ അല്ലെങ്കിൽ അസാം സ്റ്റേറ്റിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഈ നദീദ്വീപായ കൊച്ചു മജുലിയാണ്. അതിൻ്റെ പിന്നിലുള്ള വലിയൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 65ഓളം വരുന്ന മഠങ്ങളും സത്രങ്ങളുമാണ്. ഇന്നത് എണ്ണം കുറഞ്ഞ് 22ആയി മാറിയിരിക്കുകയാണ്. എണ്ണം കുറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ വെള്ളപ്പൊക്കവും സോയിൽ ഇറോഷനൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിനെ അവർ പുനഃസ്ഥാപിച്ചിട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് മാറ്റി മജുലിയുടെ പുറത്ത് മാറ്റി അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം 65ൽ നിന്നും 22 സത്രങ്ങളായിട്ട് ചുരുങ്ങിയിരിക്കുന്നത്. ഇവിടെ പൊതുവേ സംസാരിക്കപ്പെടുന്ന ഭാഷ കൂടുതലും അസാമീസാണ്. പിന്നെ ഇവരുടെ ലോക്കൽ ലാംഗ്വേജായ മിസ്സിങ് അല്ലെങ്കിൽ ദിയോറി എന്ന് പറയുന്ന ഒരു ഭാഷയും കൂടെ ഇവിടെ ലോക്കലായിട്ട് ആൾക്കാർ സംസാരിക്കാറുണ്ട്. അടി ഇടി കൊത്ത് അടി ഇടി. Wow. Yes, it's Majuli. Hi भैया. അങ്ങനെ ജോർഹട്ടിൽ നിന്നും തുടങ്ങിയ യാത്ര നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് മജുലി അല്ലെങ്കിൽ മജോലി എന്ന് പറയുന്ന വേൾഡ്സ് ലാർജസ്റ്റ് റിവർ ഐലൻഡിലാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ബൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ടാക്സി ഹയർ ചെയ്യണം. ഇത്രയും പേർക്കുള്ള ഒരു ടാക്സി ഹയർ ചെയ്തിട്ട് നമ്മൾ ട്രിപ്പ് അഡ്വൈസറിൽ നോക്കി വെച്ചേക്കുന്ന ഒരു ഹോട്ടലുണ്ട്, ഒരു ബാംബു കോട്ടേജ്. അപ്പം അവിടെ ചെല്ലണം.
നല്ല റേറ്റിന് കിട്ടി. നമ്മൾ പ്രീ ബുക്കൊന്നും ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ സാധാരണ പ്രീ ബുക്ക് ചെയ്യാറില്ല. ചെന്നിട്ട് നോക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളത് നമ്മൾ എടുക്കാറുള്ളൂ. ബഡ്ജറ്റിൽ കിട്ടുവാണെങ്കിൽ നമ്മൾ അത് തന്നെ കൺഫേം ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന തൊഴിൽ വരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അഗ്രികൾച്ചർ കൃഷിയാണ് മെയിൻ. പിന്നെ ഫിഷിംഗ് ഉണ്ട്, പിന്നെ പോട്ടറി വർക്ക്സ് ഉണ്ട്, ഹാൻഡ്ലൂം വർക്ക്സ് ഉണ്ട്, ബോട്ട് മേക്കിങ്ങും ഇവർക്ക് വലിയൊരു വള്ളം ഉണ്ടാക്കുന്നത് അതും വലിയൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ. ഇതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആ പ്രോപ്പർട്ടി. പക്ഷേ ഓഫ് സീസൺ ആണെന്നുള്ള കാര്യം ഒരു പക്ഷേ അവർ മറന്നു പോയിട്ടുണ്ടാവും. റേറ്റൊക്കെ നല്ല ഹൈ റേറ്റാണ് തന്നത്. ബഡ്ജറ്റ് ഫിറ്റ് ആകത്തുകൊണ്ട് നമുക്ക് വേറെ പ്രോപ്പർട്ടി നോക്കാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നു. അങ്ങനെ നമ്മൾ യഗ്ദ്രാസിൽ ബാംബു കോട്ടേജിൽ നമ്മുടെ സ്റ്റേ കൺഫേം ആക്കി. നല്ല പ്രോപ്പർട്ടിയാണ്. ഒരു 8-10 കോട്ടേജസ് ഉള്ള ഒരു കളക്ഷനാണ്. ഇതാണ് ഓണർ താമസിക്കുന്ന കോട്ടേജ്. നമ്മുടെ കോട്ടേജ് ദൂരോട്ട് മാറിയിട്ട് നെൽപ്പാടത്തോട് ചേർന്നിട്ടാണ്. അടിപൊളി വ്യൂ. ധാരാളം സൈക്കിൾസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഗ്രാമമൊക്കെ ചുറ്റിക്കാണാൻ സൈക്കിൾ ഇവിടുന്ന് തരും. അങ്ങനെ പലരും പഴയകാല ഓർമ്മകളിലേക്ക് തിരിച്ചു പോയി സൈക്കിൾ ചവിട്ടാനൊക്കെ വീണ്ടും ഒന്ന് പഠിച്ചു. സൈക്കിൾ കിട്ടിയ സ്ഥിതിക്ക് ചന്ത വരെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ച് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. അസാമിൽ വന്നിട്ട് അസാമിലെ മീൻ ട്രൈ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം സത്രങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ 65ഓളം മഠങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് ചുരുങ്ങിയിട്ട് ഏകദേശം 22 മഠങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഇത് ഇവിടെ എല്ലാം ആചരിക്കപ്പെടുന്നത് വൈഷ്ണവിസമാണ്. വിഷ്ണുവിനെയാണ് ആരാധിക്കുന്നത്. ശ്രീമന്ത ശങ്കരദേവ ഇദ്ദേഹമാണ് ഈ മജുലി ദ്വീപിൽ വൈഷ്ണവിസം കൊണ്ടുവന്നത്. അപ്പം ഓരോ സത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സത്രങ്ങളാണ് ഓനിയാത്തി സത്ര, ദഖിൻപേറ്റ് സത്ര, നാത്തുൻ സാമൂഗുരി സത്ര, കമലാബരി സത്ര. നാത്തുൻ സാമൂഗുരി സത്ര ഇത് മാസ്ക് മേക്കിങ്ങിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സത്രമാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ മാസ്ക് മേക്കിംഗ് കാണാൻ ഇവിടെ വരാറുണ്ട്. ദഖിൻപത്ത് സത്ര അത് വളരെ ഫേമസ് ആയിട്ടുള്ളത് രാസലീല എന്നൊരു ഡാൻസ് ഫോമിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഡിസൈപ്പിൾസ് രാസലീല പെർഫോം ചെയ്യാറുണ്ട്. കമലാബരി സത്ര ആകട്ടെ ഏറ്റവും നല്ല ബോട്ട്സ് ഉണ്ടാക്കുന്നതിന് ഫേമസ് ആയിട്ടുള്ള ഒരു സത്രമാണ്. അങ്ങനെ കൊടിയ ചൂടത്തും ഞങ്ങൾ സത്രങ്ങളും വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കോട്ടേജിലെത്തി. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ദിസ് ഇസ് റെയിൻ ഫ്രം മജുലി. ദിസ് വേർ വി സ്റ്റേഡ്. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. വന്ന ദിവസം നല്ല ചൂടായിരുന്നു. രാത്രി ഒന്ന് കാറ്റ് വീശി. ഇന്നലെയും ചൂടായിരുന്നു. പക്ഷേ ഇന്ന് അത് ടോട്ടൽ സീൻ ഹാസ് ചേഞ്ച്. മഴ. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഗെറ്റിംഗ് റെഡി. ഹലോ. താറാക്കൂട്ടം ഇവിടെ. താറാക്കൂട്ടം രാവിലെ ക്വാക്ക് 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 പറയാനില്ലല്ലോ. അങ്ങനെ പോകുന്നതിൻ്റെ തലേദിവസം രാത്രി തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല. മജുലിയുടെ ഭംഗി മഴയാണെന്നുള്ളത് വിളിച്ച് പറയുകയാണ്. ശരിക്കും ആരെങ്കിലും മജുലി പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൺസൂണിൽ വരാൻ ശ്രമിക്കണം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്. നമുക്ക് ഈ ഒരു ലൊക്കേഷൻ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മഴ തന്നെ വേണം. ഒരു പക്ഷേ ഇന്ന് പോകാൻ പ്ലാൻ ഇട്ടിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സൈക്കിളുമായിട്ട് ഇറങ്ങിയാണ്. ഇപ്പോൾ എൻ്റെ മൂഡ് അതായിരുന്നു. അപ്പം ഇവിടുത്തെ നമ്മുടെ പ്രോപ്പർട്ടി ഓണർ അദ്ദേഹം രാവിലെ വന്ന് നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഒരുമിച്ച് ഒരു ഫാമിലി പോലെ തന്നെയാണ് താമസിക്കുന്നത്, ഇവിടുത്തെ സ്റ്റാഫും ഓണറും ഒക്കെ. അപ്പോൾ അദ്ദേഹം നമുക്കൊരു ചെറിയൊരു റൈസ് ബിയർ തന്നു ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് അസാമിൽ എല്ലായിടത്തും കിട്ടും, ബട്ട് ഇവിടുന്നാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയത്. ഇവിടുത്തെ പിന്നെ ലോക്കൽ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് ഫിഷും റൈസുമാണ്. അപ്പം ഇതൊക്കെയായിരുന്നു മജുലിയുടെ വിശേഷം. പക്ഷേ പോകാറായപ്പോഴാണ് മജുലി തന്നെ ശരിക്കുമുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നത്. മഴയോട് കൂടിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്. ഭക്ഷണം വന്നതാ, കഴിക്കാൻ വിശക്കുന്നുണ്ട്. അഴലിൻ്റെ ശരി, നിങ്ങളിവിടെ പാരഡൈസും കണ്ടിരുന്നോ?
चलो सर, यू आर ऑल्सो कमिंग. चला बाय. നിങ്ങൾ വരുന്നില്ല? ഇല്ലല്ലോ, മഴ നനഞ്ഞില്ലല്ലോ എന്നുള്ള ആഗ്രഹം സാധിച്ചു. അടിമുടി നനഞ്ഞ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി. നമ്മുടെ ഈ ചെറിയൊരു പാലം പോലെ അവർ പണി വെച്ചിട്ടുണ്ട്. ശരിക്കും അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ഒരു സ്റ്റേ മൊത്തത്തിൽ. മജുലി എന്ന് പറയുന്നത് എക്സ്ട്രീം ഹ്യൂമിഡ് കണ്ടീഷനും നമുക്ക് തന്നു, നല്ല കിടിലൻ മഴയുടെ ഒരു എക്സ്പീരിയൻസും നമുക്ക് തന്നു. നനയാതിരിക്കാൻ കുടയ്ക്ക് പകരം ഉപയോഗിക്കുന്ന തൊപ്പിയാണിത്. നമ്മളങ്ങനെ വേൾഡ്സ് ലാർജസ്റ്റ് റിവർ ഐലൻഡായ മജുലിയോട് വിട പറഞ്ഞ് അപ്പുറേ കരയായ മെയിൻലാൻഡായ ജോർഹട്ടിലേക്കുള്ള യാത്ര ഫെറിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സെയിം ഫെറിയാന്ന് തോന്നുന്നു, ഒരേ ഫെറി തന്നെയാന്ന് തോന്നുന്നു അപ്പ് ആൻഡ് ഡൗൺ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു മജുലി എന്ന പെൺകുട്ടിയുടെ കഥ. ജോർഹട്ടിലെത്തി ഡ്രൈവറിനെ വിളിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് ഒരു അരമണിക്കൂർ കൊണ്ട് എടുക്കും. അപ്പോൾ നമ്മളോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ അടുത്തുള്ള കടയിൽ കയറിയിട്ട് ചെറിയ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ആ പിള്ളേരുമായിട്ടൊക്കെ ചുമ്മാ ഒന്ന് ടൈം പാസ്സൊക്കെ ചെയ്തിരുന്നപ്പോഴത്തേക്ക് ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ എത്തി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബൈക്കിംഗ് ബുദ്ധ.